പ്രമേട്ടാ നല്ല ചൂട് ചിക്കൻ ബിരിയാണി, കുറച്ച് സലാഡ്, അതിന്റെ കൂടെ കുറച്ച് അച്ചാർ, കുറച്ച് ഫ്രൈയും കൂടെ ആയാലോ? ചിക്കൻ ഫ്രൈ, അതിന്റെ കൂടെ കുറച്ച് ലൈം ജ്യൂസും കൂടെ ആയാലോ? പറ്റിയ കടയാണ്, പോവാം. ബാ എവിടെ? ദം ബിരിയാണി 1 കിലോ 150. കഴിച്ചാലോ? കഴിക്കാം. ബാ. പ്ലേറ്റ് എത്തി. ഇതെന്തായത്? ഉച്ച സമയത്ത് ആളെ പറ്റിയാണോ ഇത്? ബിരിയാണിയുടെ ബിരിയാണി പറഞ്ഞിട്ട് ബിരിയാണിയുടെ ബിരിയാണി തരുന്നത് അരി ആദ്യം ഇടുന്നത് ബസ്മതി റൈസാണ്. ഇത് കുറച്ച് മസാലക്കൂട്ടുകളാണ്, നമ്മുടെ ബിരിയാണിയുടെ മസാലക്കൂട്ടുകൾ. ഇനി അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇനി ബിരിയാണി വേവിക്കാനുള്ള തീ കൂടി നമുക്ക് ഇതിനകത്തിട്ട് ഒന്ന് അടയ്ക്കട്ടെ. അല്ല, ആവി പറക്കുന്ന നിങ്ങൾക്കുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കഴിച്ചു നോക്കൂ, മണമുണ്ടോ? സാറേ, ഞാനൊരു മജീഷ്യനാണ്. 30-35-40 വർഷം കൊണ്ട് മാജിക് ഫീൽഡിലാണ് ഞാനുള്ളത്. പ്രളയവും കൊറോണയൊക്കെ വന്ന് നമ്മളെ ഒരുപാട് തകർത്തപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ അൽഫാ ശിവുമായിട്ടൊന്ന് പരിചയപ്പെട്ടു. ഇങ്ങനെ ഒരു ആശയം പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ കുക്കാണ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. അന്ന് തന്നെ ഫ്ലക്സ് അടിച്ച് പിറ്റുന്ന അരി പോയി കടം മേടിച്ചാണ് 25 ബിരിയാണി ഉണ്ടായിക്കൊണ്ട് വെച്ചത്. കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. 25 എന്നുള്ള ബിരിയാണി 50ആയി, 100ആയി. ഇപ്പോൾ 130-140 ബിരിയാണി ഡെയിലി തരുന്നുണ്ട്. പ്രോഗ്രാം ഉള്ളപ്പോഴത്തേക്ക് ഞാൻ അൽഫാസിനെ ഏൽപ്പിക്കും, അൽഫാസ് മാനേജ് ചെയ്യും, കുഴപ്പമില്ല. മാജിക് ഞാൻ പഠിച്ചിട്ട് ഏകദേശം 40 വർഷമായി. ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സിൽ നാട് വിട്ട് മദ്രാസിൽ പോയതിന് ശേഷം അവിടെ ഒരു തെരുവ് മാന്ത്രിൽ നിന്ന് 2-3 കൊച്ചു മാജിക്കൊക്കെ പഠിച്ച് നാട്ടിൽ വന്നു. ഉത്സവത്തിന് കാർണിവൽ മാജിക്ക് കാണിക്കാൻ വരുന്ന ടീം, അവരുടെ കൂടെ പോയാണ് ഞാൻ മാജിക് പഠിച്ചത്. ഈ റിബണുകൾ നമ്മളിങ്ങനെ കയ്യിൽ വെക്കുന്നു. നമ്മൾ ഇടതിലൊന്നുമില്ല, ഈ ഇടത് കൈക്കുള്ളിലേക്ക് ഈ റിബൺ ഇങ്ങനെ കയറ്റി വയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് റിബൺ ഉണ്ട് അല്ലേ? ഒന്ന് ഊതാമോ അതിനകത്ത്? ജസ്റ്റ് പതുക്കെ. റിബൺ പോയി അപ്പത്തെ സൈഡ്. പക്ഷേ റിബൺ ഇത് ഒന്നുമില്ല. ഓക്കെ, ഇതിനകത്ത് ഇപ്പം വെഞ്ഞാറമൂട് വഴി പോയാൽ നല്ല ബിരിയാണി കഴിക്കാം, മാജിക്കും കാണാം. ഇതെന്ത് വീണ്ടും മാജിക്ക്? ഇതെന്താ? ബാക്കിതാ. ഇത് 200 നോട്ടാണ്. പിന്നെ ഇതിങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി. ഇപ്പോൾ 2 മടക്കായി. വീണ്ടും ഒന്നുകൂടെ മടക്കി, വീണ്ടും ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ മടക്കി. ചെറിയൊരു അതിനുശേഷം നമ്മളെ ഇടത് കൈയുടെ ഉള്ളം കയ്യിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആപ്രാക്കാടപ്പുറ റാത്തി കിടന്ന മാജിക്. ആ മാജിക് പറയുമ്പോൾ അതിൻ്റെ ഇതിനെങ്ങനെ നിവർത്തുമ്പോൾ ഇതിനകത്ത് ബാലൻസ് 200-ല്ലേ? 200 പൈസ തന്നെ. മാജിക് അല്ല, 200 തന്നെ. ഒരു ചുടിയോ നമ്മളെ? അപ്പൊ റാഫിക മാജിക്കും കച്ചവടമൊക്കെ തുടങ്ങിയ സന്തോഷം. പ്രൈം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നല്ല മാജിക് ബിരിയാണി കൊള്ളാം. സ്റ്റെഫിനെ, ഇപ്പോൾ ഇതെല്ലാം കാണുന്നു പറഞ്ഞു, നിങ്ങളിത് എഡിറ്റ് ചെയ്ത് മാറ്റിയതല്ലേടാ എന്ന് ആദ്യം ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ ബിരിയാണി മാജിക്കിലൂടെ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ തോന്നി? മാജിക്കിന്റെ രഹസ്യങ്ങളൊന്നും ഏതായാലും പുറത്ത് പറയാൻ പറ്റില്ല. ഏതായാലും നമ്മൾ തന്നെ കണ്ടതാണ്. വലിയൊരു കൗതുകമുണ്ട് ഏതായാലും നമ്മളെപ്പോലെ തന്നെ അവിടെ വന്ന് ബിരിയാണി വാങ്ങുന്നവർക്കെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് വലിയ ഹിറ്റാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കടയും അദ്ദേഹത്തിൻ്റെ ബിരിയാണി വിതരണവും ഒക്കെ. എനിക്ക് ആദ്യമേ ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ ഈ വ്യത്യസ്തമായിട്ട് ഈ പാചകം ചെയ്യുന്ന ഷെഫുമാരൊക്കെ ഇല്ലേ, സാൾട്ട് ബേക്ക് പോലെ, അതേപോലെ ഉള്ള ആളുകളൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടാൽ ഓർമ്മ വരിക. നമ്മളവിടെ ചെന്ന് നിന്ന് ആദ്യമേ ഈ ബിരിയാണി ഷൂട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല, വെറുതെ പോയി നിൽക്കുക. അപ്പം ആൾക്കാർക്ക് ഇദ്ദേഹം ബാക്കിയൊക്കെ കൊടുക്കുന്നത് മാജിക്കൊക്കെയാണ് പ്രധാനമായിട്ട് കാണിക്കുന്നത്, അവസാനം കാണിച്ചില്ല അതേപോലെ. അങ്ങനെ പല തരത്തിലുള്ള മാജിക്കുകൾ. ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒരുപാട് മാജിക്ക് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഈ കോവിഡിന് ശേഷവും ഇപ്പോൾ ഈ സമീപകാലത്തൊക്കെ ആയിട്ട് സ്റ്റേജ് ഷോകൾ കുറവാണ്. അതുകൊണ്ടാണ് ഉപജീവനത്തിന് വേണ്ടി ഒരു മാജിക്ക്, അദ്ദേഹം പാചകവും നന്നായിട്ട് അറിയാം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെയാണ് ഈ പാചകം ചെയ്ത് കൊണ്ടുവരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് മറ്റൊരു സുഹൃത്തും കൂടെ ഉണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ ബിരിയാണി കച്ചവടം കടം വാങ്ങിയൊക്കെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏതായാലും വലിയൊരു വിജയത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും ചിക്കൻ ബിരിയാണിയൊക്കെ മാത്രമേ ഉള്ളൂ, നല്ല ബിരിയാണിയും ആണ്. അതോടൊപ്പം 150 രൂപയ്ക്ക് ബിരിയാണി, ചിക്കൻ ഫ്രൈയും മുട്ടയും എല്ലാം കൊടുക്കുന്ന ഒരു കട കൂടിയാണ്. പാഴ്സലാണ് കൂടുതലും അവിടെ ഉള്ളത്. അങ്ങനെ ഏതായാലും വലിയ വിജയത്തിലേക്ക് പോകുന്നു. ഇനി ഏതായാലും വലിയ വെറൈറ്റി ബിരിയാണികളൊക്കെ വരട്ടെ, പുതിയൊരു വലിയ ഒരു ഹോട്ടലിലേക്കോ അങ്ങനെയൊക്കെ കൂടുതൽ മാറട്ടെ എന്നൊക്കെ മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കുക. ഏതായാലും വെഞ്ഞാറമൂട് വഴി പോവുകയാണെങ്കിൽ ദിവിഷേട്ടാ ഈ ബിരിയാണി ഒന്ന് കയറി കഴിച്ചു നോക്കണം, പുതിയ മാജിക്കുകളൊക്കെ കാണണം. ശരി, അപ്പോൾ ബിരിയാണിയും കഴിക്കാം, മാജിക്കും കാണാം. അപ്പോൾ രണ്ടുണ്ട് കാര്യം. അപ്പോൾ പോകുന്ന ശ്രദ്ധിക്കുക, പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. ശരി സ്റ്റെഫിനെ.